വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഇന്റഗ്രേഷനിൽ എപ്പോഴും ചോദിക്കാറില്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വിവരണം തയ്യാറാക്കുക എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ 5 വാക്യങ്ങൾ എഴുതാന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാറ്? യെസ്, നമുക്കൊരു ചിത്രം തരും അല്ലെ, ഒരു പിക്ചർ നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 5 വാക്യങ്ങൾ എഴുതാനോ അല്ലെങ്കിൽ വിവരണം എഴുതാനോ ഒക്കെ പറയും അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാ നോക്കിയാൽ നിങ്ങൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം കാണുന്നില്ലേ? അതാണ് നമ്മുടെ അമ്മുക്കുട്ടിയുടെ പൂന്തോട്ടം അല്ലെ. ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത് എന്നറിയാവോ? അമ്മുക്കുട്ടിയുടെ പൂന്തോട്ടമാണ് ഈ കാണുന്നത്. പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കൂ. കുറഞ്ഞത് 5 വാക്യങ്ങളെങ്കിലും വേണം. എത്ര വാക്യങ്ങൾ വേണം? 5 വാക്യങ്ങളെങ്കിലും വേണം. എപ്പോഴും പരീക്ഷയിൽ ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. ഇവിടെ നോക്കിയേ, ഈ പൂന്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നില്ലേ? എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്? ആദ്യം നമ്മൾ അതൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. ഇവിടെ നോക്കിയേ, എന്തൊക്കെയുണ്ട് ഇവിടെ? ആ പൂന്തോട്ടം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ എന്തുണ്ട്? പൂക്കൾ കാണുന്നുണ്ട് അല്ലെ. പൂക്കളിലൊക്കെ നിങ്ങൾ ആരെ കാണുന്നുണ്ട്? പൂമ്പാറ്റകളെ കാണുന്നുണ്ട്, തുമ്പിയെ കാണുന്നുണ്ട് അല്ലെ. ദാ ഇവിടെ ഒരു മാവുണ്ട്, മാവിൽ നിറയെ മാങ്ങയുണ്ട്. അതിന് അല്ലേ കാക്കകൾ ഇതാ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അണ്ണാറക്കണ്ണൻ ഇതാ മരത്തിൽ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. തത്തയെയും മഞ്ഞക്കിളിയെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാഴ്ചകൾ അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്കൊരു വിവരണം എഴുതിക്കൂടെ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വാക്യങ്ങളാക്കി മാറ്റി എഴുതിയാ പോരെ? എങ്ങനെ എഴുതാം നമുക്ക്? നോക്കിക്കേ, നമ്മൾ എന്തൊക്കെയാ എഴുതുന്നത്? പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്, നമ്മൾ പറഞ്ഞ അതേ കാര്യം അല്ലേ. പൂമ്പാറ്റകളും തുമ്പികളും പാറിപ്പറക്കുന്നുണ്ട്, നമുക്ക് എഴുതിക്കൂടെ? യെസ്, മരത്തിന്റെ മുകളിൽ ഒരു അണ്ണാനുണ്ട്. മരത്തിന്റെ മുകളിൽ ആരുണ്ട്? ഒരു അണ്ണാനുണ്ട്. അവിടെ ഒരു മാവുണ്ട്. പൂന്തോട്ടത്തിൽ എന്തുണ്ട്? ഒരു മാവുണ്ട്. അതിൽ നിറയെ മാങ്ങയുണ്ട്. ആ മാവിൽ നിറയെ എന്തുണ്ട്? മാങ്ങയുണ്ട്. മാവിന് ചുറ്റും കാക്കകൾ പാറുന്നുണ്ട്. മാവിന് ചുറ്റും ആര് പാറുന്നുണ്ട്? കാക്കകൾ പാറുന്നുണ്ട് അല്ലെ. ഇനിയും നമുക്ക് എഴുതാം. നമ്മൾ പറഞ്ഞതാ മഞ്ഞക്കിളി പറക്കുന്നതും തത്ത പറക്കുന്നതും എല്ലാം നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് എന്ത് ചെയ്യുക? ചിത്രം നിരീക്ഷിക്കുക. ആ ചിത്രത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും അല്ലെ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉത്തരമാക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. ഇതിന്റെ കൂട്ടത്തിൽ മിസ് പറയാണ്, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ കളർഫുൾ ആയിട്ടല്ല നമുക്ക് ചിത്രം വരിക അല്ലെ. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? നിറം നൽകാൻ വേണ്ടി പറയും. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അത് എന്ത് ചെയ്താൽ മതി? കളർ ചെയ്ത് ഭംഗിയാക്കിയാൽ മതി. സെറ്റല്ലേടാ പറഞ്ഞ കാര്യങ്ങള്. അപ്പൊ വിവരണം തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാക്യങ്ങൾ എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കത്തില്ലേ? അപ്പൊ ഇതാ ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ. നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.